നോക്ക് സാറേ, ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു വെച്ചാ ഏത് തള്ളന്മാര് സഹിക്കും? അങ്ങനെ സഹിക്കത്തില്ല. ഇപ്പോൾ ഇത്ര ഇതായത് നോക്ക്, അത് നോക്ക്, ഉണ്ടോ? ഇങ്ങനെയും ചെയ്തു വെക്കാൻ കൊള്ളു. എന്തോ കാര്യത്തില് ഒരു നിസാര കാര്യം അത് ഈ പോലീസുകാര് കണ്ടോ ഇവൻ വളി വിടുന്നേ? ആര് കണ്ടു പറഞ്ഞിട്ട് സാറേ ഇങ്ങനെ ഇത് വന്നെന്ന് പറഞ്ഞു? ഈ വളി വിട്ടെന്നുള്ളത് ആര് കണ്ട്? ഇല്ലെങ്കി ഇങ്ങനെ ചെയ്യാൻ കൊള്ളോ? വില ചെയ്തില്ല, പിടിച്ചുപറി ചെയ്തില്ല, കുറ്റം ചെയ്തില്ല, ഒരു വക ചെയ്തിട്ടില്ല. പിന്നെ ഒരു വളി വിട്ടെന്ന് പറഞ്ഞ ഒരു പോലീസുകാർ ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പിന്നെ എന്തിനാ സാറേ ജീവിക്കുന്നത്? ഈ അടിച്ചാളുടെ അമ്മ കണ്ടാൽ കൂടെ സഹിക്കൂ? ആരും സഹിക്കത്തില്ല. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന റിയാസിനെയാണ് വളി വിട്ടു എന്ന് പറഞ്ഞ് അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതെന്തുവായിരുന്നു സംഭവം? ഞാൻ ഷാജി ഹോട്ടലിന്റെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചു. എന്നിട്ട് ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് നിന്നിട്ട് ആ പോലീസ് വണ്ടിയായിരുന്നു. അവർ 3 പേരെ ഉണ്ടായിരുന്ന അതിൽ എന്നെ വിളിച്ചു, ആടാന്ന് വിളിച്ചു. ഞാൻ അടുത്ത് വന്നു. സാറേ എന്തോ സാറേ എന്ന് ചോദിച്ചു. ഈ ചോദിക്കുന്നതിന് മുമ്പ് ഈ ലാത്തി എടുത്തുകൊണ്ട് അടി അങ്ങ് തുടങ്ങി. അടിപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്തിനാ എന്നെ അടിക്കുന്നു സാറേ എന്ന് ചോദിച്ചു. നീ എന്തോ വളവിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറേ എന്തോ വളവിട്ടെന്ന് പറയും. പിന്നെ അങ്ങ് അടി. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ വേഗം സഹിക്കാൻ പോയപ്പോൾ കൈയെടുത്ത് തട്ടിയപ്പോൾ കൈക്ക് ഒരടി കെട്ടി, ഈ ഭാഗത്തൊരടി കെട്ടി. പിന്നെ എനിക്ക് കൈ മരവിച്ചാണ് കായ്പോയി. പിന്നെ ഞാൻ കൈ കെട്ടി ഇങ്ങനെ നിന്നിട്ട്, സാറേ എന്തിനാ സാറേ അടിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. അടിച്ച് പൊട്ടിച്ച് കണ്ട ഇത് ഒരു ഇതിൽ എനിക്ക് നിൽക്കാൻ വയ്യാത്ത രീതിയിലാക്കി, ബാത്റൂമിൽ കൂടെ പോകാൻ വയ്യാത്ത രീതിയിലാക്കി വെച്ചിരിക്കുക. എന്നെ കടന്ന് ഉറങ്ങിയിട്ട് 4 ദിവസം എന്ന് പറയുന്നത് വേണ്ട. ഭയങ്കര അടിയാണല്ലോ അടിച്ചത്.